അച്ഛൻ്റെ സ്വത്തുക്കൾ ഞങ്ങൾ 4 മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. പിന്നെ അത് മാറ്റിയെഴുതേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് നീയാണോ തീരുമാനിക്കുന്നത്? അല്ല, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്ര സ്വത്തുക്കൾ വേണമെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. സ്വത്തുക്കളുടെ കാര്യത്തിൽ ഞാൻ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 4 പേരിൽ തറവാടിന്റെ അനന്തരാവകാശികളായി കുട്ടികളുള്ളവർക്കായിരിക്കും കൂടുതൽ സ്വത്തുക്കൾ ലഭിക്കുന്നത്. അപ്പോ ദത്തുപുത്രിക്കോ? ദത്തെടുത്ത കുട്ടിയെ സ്വത്തുക്കൾ വീതം വയ്ക്കുമ്പോൾ ആരും പരിഗണിക്കാറില്ല. അത് അച്ഛൻ തീരുമാനിച്ചോളൂ. അർച്ചനയുടെയും സച്ചിയുടെയും ദത്തെടുത്ത കുട്ടിക്ക് എന്റെ കുടുംബത്തിൽ അതുകൊണ്ട് തന്നെയാ ഞാൻ ഇപ്പൊ വിൽപ്പത്രത്തിൽ ഇങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തുന്നത്. കുട്ടികളില്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ പകുതി സ്വത്തുക്കൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അച്ഛൻ സ്വത്തൊന്നും തന്നില്ലെങ്കിലും എനിക്കൊരു പരാതിയുമില്ല. നിൽക്ക്, ഞാൻ പറഞ്ഞു തീർന്നില്ല. എന്നെങ്കിലും നിങ്ങൾ ആരെങ്കിലും പരസ്പരം ഡിവോഴ്സ് ചെയ്തു പോയാൽ അവർക്ക് എന്റെ സ്വത്തുക്കളിൽ ഒരവകാശം ഉണ്ടായിരിക്കില്ല. ഒത്തൊരുമയോടും സന്തോഷത്തോടും കൂടി ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ എന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാവുള്ളൂ. വിൽപത്രം മാറ്റിയിരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാനൊരു ഉറപ്പും ആർക്കും തരില്ല. നന്ദേട്ട എന്തിനാ ചൂടാവുന്നേ? അച്ഛൻ പറയട്ടെ ഏട്ടാ. അച്ഛൻ്റെ മനസ്സിൽ മറ്റെന്തോ വെച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അതെന്താണെന്ന് തുറന്നു പറയാതെ ഈ വിൽപത്രത്തിൻ്റെ കാര്യം പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ വിൽപത്രം എങ്ങനെ മാറ്റി എഴുതിയാലും എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. എന്തായാലും ഇതുവരെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. എനിക്കുള്ള സ്വത്തുക്കളുടെ പകുതി അച്ഛൻ സ്നേഹയുടെ കുഞ്ഞിൻ്റെ പേർക്ക് എഴുതി കൊടുത്തേക്ക്. എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. അതല്ലല്ലോ അച്ഛൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. എൻ്റെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് നിന്നേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാവും. അച്ഛൻ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പറയുന്നത്? അച്ഛാ, നന്ദേട്ടൻ പറഞ്ഞതിലും ന്യായമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സ്വത്തുക്കൾ ഇങ്ങനെ മാറ്റിയെഴുതേണ്ട ഒരാവശ്യവും ഞാൻ കാണുന്നില്ല. അച്ഛൻ്റെ സ്വത്തുക്കൾ ഞങ്ങൾ മക്കൾക്ക് തുല്യമായി അവകാശപ്പെട്ടതാണ്. അതിൽ കുട്ടികളുള്ളവരുടെയും ഇല്ലാത്തവരുടെയും എണ്ണം നോക്കേണ്ട യാതൊരു കാര്യമില്ല. അത് തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാണ്. ഇതിനിവിടെ ആരും ഡൈവേഴ്സ് ചെയ്തു പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചില്ലല്ലോ. അച്ഛൻ്റെ ഒരു തീരുമാനം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇത് അച്ഛൻ്റെ ആഗ്രഹമാണോ അതോ മറ്റാരുടെയെങ്കിലും താല്പര്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്റെ തീരുമാനം ഇതാ. ഇതിൽ ഒരു മാറ്റവും വരില്ല. എന്റെ 4 മക്കളിൽ ആരെങ്കിലും ഒരാൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് പിന്നെ എന്റെ സ്വത്തുക്കളിൽ ഒരവകാശം ഉണ്ടായിരിക്കില്ല. അച്ഛാ, പണവും സ്വത്തുക്കളും സ്വന്തമാക്കുന്നതിനേക്കാൾ വലിയ ജീവിത സന്തോഷങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യില്ലെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഏട്ടാ, അച്ഛനെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ടത്?
അച്ഛൻ എന്ത് തീരുമാനിച്ചാലും എനിക്ക് ഒരു എതിരഭിപ്രായവും ഇല്ല. അപ്പൊ എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം ഇയാൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുക. അച്ഛൻ്റെ ഈ തീരുമാനം എനിക്ക് വേണ്ടിയാണെന്നും അയാൾക്ക് മനസ്സിലായി. എന്നിട്ടും അയാൾക്ക് ഒരു പേടിയില്ല. സ്വത്തിനേക്കാളും സമ്പത്തിനേക്കാളും വലിയ ജീവിത സന്തോഷങ്ങൾ വേറെ ഉണ്ട് പോലും. അതെന്താണെന്ന് എനിക്കറിയാം. തീർത്ത് കൊടുക്കാൻ ഞാൻ അയാളുടെ സന്തോഷങ്ങൾ. മോളെ, ഞാൻ പറഞ്ഞത് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലേ? എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടല്ലോ അച്ഛാ. ഞാൻ മനസ്സിലുദ്ദേശിച്ചതല്ല അവർ മനസ്സിലാക്കിയത്. ഞാൻ അച്ഛന് മരുന്നെടുത്തിട്ട് വരാം. നിൽക്ക്. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. മാഷ് വിളിച്ചായിരുന്നു. മോളെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ മുറിയിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കാം. എന്താ അച്ഛാ, അവിടെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അവര് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടെ ചിലപ്പോൾ കുടുംബ ജോത്സ്യനും കാണും. എന്താ അച്ഛാ പ്രത്യേകിച്ച്? അല്ല, ജോത്സരെയും കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതിനെ കുറിച്ച് അറിയാൻ അച്ഛനും അമ്മയും കൂടി ജോത്സ്യന്റെ അടുത്ത് പോയിരുന്നു. നക്ഷത്ര ഗുണമുള്ള നല്ല കുട്ടികൾ ജനിക്കാൻ ദൈവാധീനം കൂടി വേണം. അതേക്കുറിച്ച് നോക്കാനാ ജോത്സ്യനെ കാണാൻ പോയത്. എന്നിട്ട് ജോത്സരെന്താ പറഞ്ഞേ? ഇവിടെ ചില പൂജകൾ നിങ്ങൾക്ക് വേണ്ടി നടത്തേണ്ടതുണ്ട് എന്നാണ് പ്രശ്നത്തെ കണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആൺകുഞ്ഞിനെ തന്നെ കിട്ടുമെന്ന പ്രശ്നവതിയിൽ കണ്ടതെന്നാ മാഷ് പറഞ്ഞത്. അതിന് ആൺകുട്ടി വേണമെന്നോ പെൺകുട്ടി വേണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ട്രീറ്റ്മെന്റ് നടക്കുന്നല്ലേ ഉള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അങ്ങനെ സംഭവിക്കട്ടെ. അതില് കവിഞ്ഞൊരാഗ്രഹവും ഞങ്ങൾക്കില്ല അച്ഛാ. അതൊക്കെ ശരി തന്നെ എന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തുന്നതിൽ തെറ്റില്ലല്ലോ. ഓഹോ, അപ്പൊ ഇനി കുഞ്ഞിന്റെ പേരും പറഞ്ഞ് പൂജയും മന്ത്രവാദവും ഒക്കെ നടത്താനാണ് ഇവരുടെ അടുത്ത പരിപാടി. എന്തായാലും നാളെ ആ പൂജ നടക്കട്ടെ. ജോത്സ്യം പറഞ്ഞ പോലെ മോൾക്കും സച്ചിക്കും ഒരു ആൺകുഞ്ഞ് തന്നെ ജനിക്കും. ആ കുഞ്ഞിനെ കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. കൊള്ളാം. ഇനി എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോന്നെ? പൂജയോ അതോ മന്ത്രവാദോ? ഒരു ബലികർമ്മം നടത്തിയ പോലും തെറ്റില്ല. എല്ലാം നിന്റെ കുഞ്ഞിന് വേണ്ടിയാണല്ലോ. നിങ്ങളെന്താ എന്നെ പരിഹസിക്കുകയാണോ? അതെങ്ങനെയാ? എന്നെക്കാളും സ്ഥാനം നിനക്കല്ലേ ഇവിടെ കിട്ടുന്നേ. മറ്റുള്ളവർക്ക് കിട്ടേണ്ട സ്ഥാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരുടെയും സ്നേഹം പങ്കുവെക്കുന്ന കാര്യത്തിലാണെങ്കിലും നിനക്കാണല്ലോ ഒന്നാം സ്ഥാനം കിട്ടുന്നേ. ഇപ്പതാ ദത്തെടുത്തൊരു കുട്ടി ഉണ്ടായിട്ട് പോലും നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിട്ട് പൂജയും ഹോമവും ഒക്കെ നടത്തുന്നു. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. ഇനി നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തണമെങ്കിൽ അത് നടത്താനും അച്ഛൻ തയ്യാറാവും. പക്ഷെ അതിനാദ്യം നന്ദേട്ടൻ കൂടി തയ്യാറാവണം. നന്ദേട്ടൻ അതിന് സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്നേഹം എന്ന് പറയുന്നതേ കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാ. അല്ലാതെ ഇങ്ങോട്ട് മാത്രം സ്നേഹം വേണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിന് നീയൊക്കെ കാരണം എന്നെ ഒരു ശത്രുവിനെ പോലെ നന്ദേട്ടൻ ഇപ്പൊ കാണുന്നേ. അതിന് നന്ദേട്ടന് നന്ദേട്ടൻ്റെതായ കാരണം കാണും. പഴയതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അതിനൊക്കെ ക്ഷമ പറഞ്ഞ് നല്ല ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിച്ചു നോക്ക്.
ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കണം. എന്താ അതിന് പറ്റുമോ നിങ്ങൾക്ക്? എന്റെ ആത്മാർത്ഥത ഞാൻ തെളിയിച്ചോളാം. അതില് നീ കയറി ചൊറിയാൻ വരണ്ട. ഇപ്പൊ എന്തായാലും നിന്റെ സൽപുത്ര ലബ്ധിക്കുള്ള ഹോമം നടത്തും. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്നെ. ആ, ഇവർക്ക് രണ്ടുപേർക്കും രാജകുമാരനെ പോലെ ഒരു ഉണ്ണി പിറക്കും. ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ ഇയാളെന്താ ഗൈനക്കോളജിസ്റ്റാണോ? കള്ളം പറഞ്ഞ് കാശ് തട്ടാനുള്ള ഓരോ അടവാ. പക്ഷേ അതിന് ചില കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി തടസ്സങ്ങളുണ്ടെന്നാണോ? ഇതിനൊക്കെ പരിഹാരമില്ല തിരുമേനി. പരിഹാര കർമ്മങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ഇത് പരിഹാര കർമ്മങ്ങളൊന്നുമല്ല. അങ്ങനെ ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും ദോഷങ്ങളൊന്നുമില്ല. ആ, ഇതൊരു വഴിപാടാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വേണം അത് ചെയ്യാൻ. ഇവർക്കൊരു ആൺകുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാ. അതിനുവേണ്ടി ഒരുപാട് നേർച്ചകൾ നടത്തി നമ്മൾ. ഇനി എന്ത് വഴിപാട് വേണമെങ്കിലും നടത്താം. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. വെള്ളിയാങ്കരി മലമുകൾക്ക് മുകളിൽ വനദുർഗയുടെയും അർദ്ധനാരീശ്വരൻ്റെയും ഒരു ക്ഷേത്രമുണ്ട്. വഴിപാടുകൾ നടത്തേണ്ടത് അവിടെയാണ്. ഈ വഴിപാട് നടത്തിയ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഉറപ്പല്ലേ തിരുമേനി? എന്താ സംശയം? ആ മല കയറി വഴിപാടുകൾ നടത്തിയിട്ടുള്ളവർക്കെല്ലാം ഉദ്ദിഷ്ടകാര്യം നടന്നിട്ടുണ്ട്. എന്ത് വഴിപാടാണ് നടത്തേണ്ടതെന്ന് തിരുമേനി ഇതുവരെ പറഞ്ഞില്ലല്ലോ. 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ പൂജ അവിടെ നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ പൂജ നടക്കുന്ന സമയമാണ്. ആ പൂജയിലാണ് ഇവർ പങ്കെടുക്കേണ്ടത്. ഈ പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടിയാൽ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ സൽപുത്ര സൗഭാഗ്യമുണ്ടാവും. ആ, അങ്ങനെയാണെങ്കിൽ എനിക്കും നേർച്ച ചെയ്യണം. കുട്ടി, നിയോഗമുള്ളവർക്ക് മാത്രമേ അവിടെ ചെന്നെത്താൻ പറ്റൂ. ഒരുപാട് ദുർഘടങ്ങളുള്ള സ്ഥലമാണ്. പ്രതിസന്ധികൾ പലതും തരണം ചെയ്യേണ്ടി വരും. എന്തായാലും ഇവര് പോകുന്നുണ്ടല്ലോ. അവിടെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവര് നേരിടേണ്ടി വരില്ലേ? അതിൻ്റെ കൂടെ ഞാനും പോയിക്കോളാം. പൂജ നടത്തിയത് ഇവർക്ക് വേണ്ടിയല്ലേ മോളെ? അത് സാരമില്ല. ഈ വീട്ടിൽ വെച്ച് തന്നെയല്ലേ പൂജ നടത്തിയത്. അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുമല്ലോ.
ഇവർക്ക് മാത്രം ആ പൂജയുടെ ഗുണം ലഭിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നത് സ്വാർത്ഥതയല്ലേ അച്ഛാ? കുട്ടി, പ്രശ്നവിധിയിൽ ഇവർക്കവിടെ പൂജ ചെയ്യണമെന്ന് കണ്ടതുകൊണ്ടാണ് ഇവരോട് അവിടെ പോയി നേർച്ച നടത്താൻ പറഞ്ഞത്. കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേക പൂജയും പ്രശ്നവിധിയും ഒക്കെ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇവരുടെ കൂടെ തന്നെ പോയിട്ട് വന്നോളാം. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. അങ്ങനെ നോക്കിയാ ആദ്യം കുഞ്ഞുണ്ടാവാനുള്ള നേർച്ചകൾ നടത്തേണ്ടത് എനിക്കല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അങ്ങനെ അർച്ചനയ്ക്ക് മാത്രമായി വഴിപാട് നേർച്ചകൾ നടത്തുന്നത് ശരിയല്ലല്ലോ. അവന്തികെ, ഈ പൂജ അലങ്കോലപ്പെടുത്താനാണോ നിന്റെ ഉദ്ദേശം? ആ അമ്മേ, വേണ്ട, എടുത്തി പറയട്ടെ. ഇനി പറയാനൊന്നുമില്ല. ഈ വീട്ടിലങ്ങനെ നിനക്ക് മാത്രമായിട്ടൊരു പ്രാധാന്യമൊന്നുമില്ലല്ലോ. ഒരു പൂജ നടത്തുമ്പോ അത് എല്ലാവർക്കും കൂടെ വേണ്ടിയാവണം. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. തിരുമേനി, ഏട്ടത്തി പറഞ്ഞതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോന്ന് നോക്കാമോ? കുട്ടിയുടെ പേര് നാളും പറയൂ. അവന്തിക, പൂരാട നക്ഷത്രം. കുട്ടിക്ക് ഇവരുടെ കൂടെ പോകണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അതിന് തടസ്സമൊന്നുമില്ല. ഇവർക്കൊപ്പം പോയി ഈ പൂജ ചെയ്യാവുന്നതേയുള്ളൂ. പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ മല കയറി പെൺകുട്ടികൾ ഈ പൂജ നടത്തിയാൽ ഫലം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇന്നുവരെ ഒരു സ്ത്രീയും ആ മല കയറി ഈ പൂജ നടത്തിയിട്ടില്ല. വനദുർഗാ ഭാവത്തിലുള്ള പാർവതീദേവിയുടെയും ഭഗവാൻ പരമശിവന്റെയും അനുഗ്രഹം കിട്ടുന്ന സ്ത്രീകൾക്ക് മാത്രമേ ആ മല കയറി മുകളിലെത്താൻ സാധിക്കൂ. നിർഭാഗ്യവശാൽ ഇന്നുവരെ ഒരു സ്ത്രീയും ആ മലമുകളിലെത്തി ഈ പൂജ നടത്തിയിട്ടില്ല. ഇതൊക്കെ വെറുതെ കെട്ടുകഥകൾ പറയുന്നതാ. സ്ത്രീകൾക്ക് മല കയറി അവിടെ എത്താൻ പറ്റില്ല പോലും. ബഹിരാകാശത്ത് പോലും സ്ത്രീകൾ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. പിന്നെയാണോ ഒരു മലമുകളിൽ? കുട്ടി, പരിഹസിക്കരുത്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണത്. കാട്ടുകൊള്ളക്കാരും വന്യമൃഗങ്ങളുമൊക്കെ ഉള്ള സ്ഥലം. നിങ്ങൾ ചുറ്റിലും കാണുന്ന ക്ഷേത്രങ്ങൾ പോലെ ദിവസവും പൂജയുള്ള ക്ഷേത്രമല്ലത്. ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അവിടെ പൂജയുള്ളൂ. 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത്രയും ദിവസം ആ നട തുറന്നിരിക്കുന്നത്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അർച്ചനയും കൊണ്ട് ഞാൻ ആ മല കയറിക്കോളാം. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പോയി പൂജ ചെയ്താലും പോരെ? പോരാ. പെൺകുട്ടികൾക്ക് സന്താന ലബ്ധിക്കായി പെൺകുട്ടികൾ തന്നെ പോയി പ്രാർത്ഥിക്കണം. ഭർത്താവിന് സഹായത്തിനായി ഒപ്പം ചെല്ലാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇത്ര അപകടം പിടിച്ച സ്ഥലത്ത് ഇവർ പോണോ തിരുമേനി? മറ്റെന്തെങ്കിലും പ്രതിവിധി നോക്കിക്കൂടെ?
വേണ്ടമ്മ, ഞങ്ങൾ പൊയ്ക്കോളാം. വേണമെങ്കിൽ ഇവരുടെ സഹായത്തിന് ഞാൻ കൂടി പോവാം. അത് നല്ലതാ. ഞങ്ങൾക്കൊരു സമാധാനവും കിട്ടും. അല്ലേ കമലേ? അതെ. അനൂപും കൂടെ ഇവരുടെ പോട്ടെ. അനുപേട്ടൻ വരണമെന്നില്ല, ഞങ്ങൾ പൊയ്ക്കോളാം. അത് വേണ്ട. അങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. ഞാൻ കൂടെ വരാം. ഇവനെന്തിനാ ഇങ്ങനെ വലിഞ്ഞേറി കൂടെ വരുന്നത്? എങ്ങനെയെങ്കിലും ഞാൻ പാതി വഴിയിൽ ഇവരുടെ നേർച്ച മുടക്കാൻ നോക്കുമ്പോൾ ഇവനും കൂടി വന്നാൽ അതാകെ കുഴപ്പമോ? എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് ഇവനെ തടയണമല്ലോ. അല്ല, അനൂപ് വരേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ഇവരുടെ കൂടെ പോകുന്നുണ്ടല്ലോ. മോളെ, പറയുന്ന കേൾക്ക്. അനൂപും കൂടി നിങ്ങളുടെ കൂടെ വരും. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊരു സമാധാനം വേണ്ടേ?